അല്ലടാ, ഇവൻ നമ്മുടെ ശ്രീനിയാണോ? ഇത് കേട്ടിട്ട് മിണ്ടായിരിക്കാണോ? ഡാ, അവിടെ ഒന്നുമില്ല, മൊത്തം ചതഞ്ഞരഞ്ഞു പോയി. അപ്പൊ ഇനി അവൻ ഒരിക്കലും പഴയതുപോലെ വെള്ളം വെക്കാതിരിക്കും. ഡോറ് തുറക്ക. സിദ്ധു, ബോബി എവിടെ? അയാൾ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നായിരുന്നെങ്കിൽ ബോബി ഇപ്പോഴും ഉണ്ടായിരുന്നേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് സീനും അല്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഥ തീരും. സൈലന്റ് ആയിട്ട് രക്ഷപ്പെടാം. നിക്കടാ, കുറച്ചവിടെ വെയിറ്റ് ചെയ്യാം. കഷ്ടകാലം. ശ്രീനിയുടെ അമ്മയാരാ? വിളിക്കേ. കണ്ടോ ഞങ്ങളുടെ ശ്രീനി എന്ത് ചെയ്തെന്ന്? അടുത്ത് നീ എന്താ പ്ലാൻ ചെയ്യുന്നേ? വീണ്ടും അടുത്ത പ്ലാനിങ് തുടങ്ങിയല്ലടാ. നാട്ടുകാരെല്ലാം അവനാ ശ്രീനിന്ന് വിചാരിച്ചേക്കണേ. ഈ ചാൻസ് നമ്മൾ മുതലെടുത്ത് ഒരു ചെറിയ തീപ്പൊരി ഇട്ട് കൊടുത്താ ആ പ്രസിഡന്റിന്റെ ഗ്യാങ്ങും ശ്രീനിയുടെ ഗ്യാങ്ങും തമ്മിൽ അങ്ങ് അടിച്ചേനെ. എസ് അത് പരിഹരിക്കാൻ വേണ്ടി അപ്പൊ ബിസിയാവും. ആ ഗ്യാപ്പില് നമ്മുടെ ബോബി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങും. ഐഡിയാടാ. സൂപ്പറാടാ. അല്ലടാ, ശ്രീനിയെ പരുവത്തിലാക്കിയത് ആ പ്രസിഡന്റിന്റെ ഗ്യാങ് അല്ലേ? ഇതിൽ നിനക്ക് ഇനിയും സംശയോ? കൺഫേം ആണ്. കൺഫേം. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് കാക്കനാട് വെച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിരിക്കുക. പോയി വടിവാളെടുത്തിട്ടാ. നാട്ടിൽ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് ഇവനെ കാക്കനാട് കൊണ്ടുപോയി ചെയ്തിരിക്കുക. ഒരുത്തരം ഞങ്ങൾ വെറുതെ വിടില്ല. അടിക്കേണ്ടത് ഇവിടെ തന്നെ പഠിക്കാം. കൈവച്ച് ഞങ്ങൾ ആരും വെറുതെ വിടില്ല. ഒന്ന് നിർത്തടാ. ഹലോ. അടിപൊളി പ്ലാനാ സിദ്ധു. ഈ പ്ലാൻ വർക്കൗട്ട് ആയത് തന്നെ. എടാ മഹാഭാവി, ഇവനെന്താ ഈ സമയത്ത് അടിച്ചോ. നല്ല ഇടി കൊടുക്കണം. നന്നായിട്ട് ഇടിക്കും. എന്താണ് നിർത്തിട്ട് അടിക്കുക? ഇവിടെ എന്തിനാ ഈ അടി നടക്കുന്നതെന്ന് അറിയോ? എന്തിനാ? ആ പ്രസിഡന്റ് നിന്നെ കൊറേ ലോറി കിട്ടുന്നു. ആരാ പറഞ്ഞതാ? അളിയാ, നിന്റെ പ്ലാൻ കലക്കി സിദ്ധു. ഇരിക്കടാ. കള്ള പരീക്ഷകളെ ഇതായിരുന്നു നിങ്ങളുടെ പ്ലാൻ? ചേട്ടന്റെ സംശയം ശരിയാ. യുവമാരെ കള്ളന്മാരായിരുന്നു. നാട്ടിലെ മൊത്തം സാധനങ്ങൾ അടിച്ചു മാറ്റി യുവമാരുടെ കാറിൽ കയറ്റി വെച്ചിട്ട് ഇവിടുന്ന് രാജ്യരാമാർ രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു. ഇതായിരുന്നു അവരുടെ പ്ലാന്. അതെ സാർ. എന്തിനാ നമ്മള് കള്ളന്മാരാണെന്ന് പറഞ്ഞേ? സത്യം തുറന്നു പറഞ്ഞ ബോബിയുടെ കാര്യം കട്ട പോകാം. ജയ് മെഗാസ്റ്റാർ. ജയ് മെഗാസ്റ്റാറേ.